അതെ, അത്ര വിഡ്ഢിത്തരമാണ്. അതെല്ലാം അന്ധവിശ്വാസം കെട്ടിട കിഴവിക്കഴകളാമേ. ഇത് സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ കയറി യഥാർത്ഥമുള്ളതായ വെളിപ്പാടിന്റെ ദർശന, ക്രിസ്തുവിന്റെ ദർശനം തെറ്റിച്ച് ഈ ഐഡിയകളും ജ്ഞാനങ്ങളും കൊടുത്ത് ജനത്തെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടരാണവേ. അത് പിശാചിന്റെ ഒരു മേഖലയത്രേ. അതിൽ ഈ ജനം വീണുകൊണ്ടിരിക്കുന്ന കൃപയോ. ഇതിന്റെയൊക്കെ ഉറവിടം എന്തെന്നും ഈ ഭൂമി ആരാണ് സൃഷ്ടിച്ചതെന്നും എന്തിനു വേണ്ടി സൃഷ്ടിച്ചതെന്നും ഇവിടെ സൃഷ്ടിക്കുന്നതിന് ഭൂമി അവസാനം എന്തെന്നും ഇവിടെ ഏതൊക്കെ അവൻ എത്ര കോടി ജനമുണ്ടാകുമെന്നും കാലാവസ്ഥ സഹിതവും ഭൂമിയുടെ എണ്ണു വരെയും ഇതിനകത്ത് എഴുതി കുറിച്ച് വച്ചിരിക്കുന്നു. എത്ര ഭയങ്കരമായിരിക്കും. ശാസ്ത്രജ്ഞന്മാർ പോലും ഇപ്പൊ മുട്ടുമടങ്ങി. ശാസ്ത്രജ്ഞന്മാർ പറയുന്ന മനുഷ്യാത്മാവിന് ആത്മാവില്ല, മനുഷ്യ ശരീരത്തിൽ ഒരു ആത്മാവില്ല എന്നുള്ളതാണ് അവിടെ ചിന്തയായിരുന്നത്. ഈ അടുത്ത കാലത്ത് 3 വർഷത്തിന് മുമ്പേ അമേരിക്കയിലെ വലിയ യൂണിവേഴ്സിറ്റി പേരിലേക്ക് അവിടെ ഇപ്പൊ അവര് കണ്ടെത്തി ഒരു മനുഷ്യൻ മരിക്കാറാകുന്ന എത്രയോ ശരീരങ്ങളെ മരിക്കാറാകുന്നിട്ട് ഇനി അല്പ കഴിഞ്ഞ 10 മിനിറ്റ് 15 മിനിറ്റ് ഈ മനുഷ്യൻ മരിക്കും. അങ്ങനെ ശ്വാസം മറ്റു കിടക്കുക. ഒരു 10-100 ശരീരങ്ങൾ ഒരു ലാബിൽ കൊണ്ട് പരിശോധനയ്ക്കിട്ടിട്ടാണ് സെൻസറുകൾ കളിപ്പി സെൻസറുകൾ അവിടെ ഇവിടെ കളിപ്പിച്ച് രോഗി പേഷ്യന്റ് കിടത്തിരിക്കുകയാണ്. മരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് 15 മിനിറ്റ് സമയത്ത് ഒരു സെൻസർ, ചില പലരിടയ്ക്ക് മരിച്ചു, അവരുടെ സെൻസർ പരിശോധിച്ചു. കറക്റ്റ് അത് ക്യാച്ച് ചെയ്തിരിക്കുന്ന ഒരാത്മാ, ഒരു ശക്തി, എത്രയോ പവറുള്ള ഒരു സ്പിരിറ്റ് ശക്തി ഈ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നത് അത് ക്യാച്ച് ചെയ്തു. ഇത് പത്രത്തിൽ വന്നതും പുസ്തകം അമേരിക്കയുടെ എനിക്ക് അറിഞ്ഞ അങ്ങനെ അവർക്ക് മനസ്സിലായി മനുഷ്യൻ മരിക്കുന്ന സമയത്ത് എന്തോ ഒന്ന്, ഒരു സോൾ, ഒരു ആത്മാവ് ശക്തിയോടുകൂടി ഈ ശരീരത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോഴാണ് ഇത് മരിച്ചതായി കേൾപ്പൊടിയാകുന്നത്. ആ കറക്റ്റ് ആയിട്ട് ഫീലിങ്സ്, അതിന്റെ പവർ മുഴുവനും ആ സെൻസർ ക്യാച്ച് ചെയ്തവർ കമ്പ്യൂട്ടർ മനസ്സിലാക്കാവുന്ന ആത്മാവുണ്ട്. ശാസ്ത്രജ്ഞരെ മുട്ടുമടങ്ങി. എത്ര വർഷം കൊണ്ട് ഇവിടെ പരീക്ഷ നീണ്ട 2000 വർഷം കൊണ്ട് ഈ ആത്മാവിന് വേണ്ടി ശാസ്ത്രജ്ഞർ പരീക്ഷ നടത്തി ഈ കഴിഞ്ഞ 3 വർഷമായി അവർ ഡിക്ലെയർ ചെയ്തു മനുഷ്യ ശരീരത്തിൽ സോൾ ഉണ്ട്. ആ സോള് മാറിപ്പോ. പക്ഷെ അവർ പറയുന്നുണ്ട് ഇത് എങ്ങോട്ട് പോകണമെന്ന് അവർ കൺട്രോൾ ചെയ്തില്ല, അവർ അറിയില്ല. അതിലറിയണം ഇതിനകത്തുണ്ട് മനുഷ്യ ശരീരത്തിൽ ആത്മാവ് ജീവിച്ചിരിക്കുമ്പോൾ ഒന്നേയില്ലാമേ നരകമൻ അധർമ്മ പാതാളത്തിലേക്ക് പോകും, അല്ലെങ്കിൽ പർദീസിലേക്ക് പോകും. ഈ 2 രാജ്യത്തിൽ 2 ലോകത്തിൽ എവിടെയെങ്കിലും ഈ ആത്മാവ് ലോക്ക് ചെയ്തേ മതിയാവൂ. അല്ലെങ്കിൽ തിരിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതിലായല്ലോ അവർക്ക് അത് കൺഫേം അല്ല. അവരിപ്പോ കൺഫേം ചെയ്തു ആത്മാവ് ഉണ്ടെന്ന് ശാസ്ത്രം മുട്ടുമടക്കി. ഇതാണ് പറഞ്ഞ് സത്യമാണ്. പക്ഷെ ഇതിൽ പറയുന്നത് ആത്മാവ് ഒന്നിയിൽ സ്വർഗത്തിൽ പർദീസയിലാമേ ദൈവം ആക്കി വെച്ച സ്ഥലത്തേക്ക് ആത്മാവ് അവിടെ പോകുന്നത് ദൈവത്തിന് വേണ്ടി ജീവിച്ച് മരിക്കുന്ന ആത്മാക്കളാണ് അവിടെ പോകുന്നത്. ദൈവത്തിന് എതിരെ പാപം ചെയ്ത് മരിക്കുന്ന ആത്മാക്കൾ ഈ നേരത്തെ പറഞ്ഞതായ വാമൻ കിടക്കുന്ന സ്ഥലത്താണ് പോകുന്നത്. വ്യത്യാസം. ഒരിക്കലും ആത്മാവ് ഭൂമിയിൽ ഊടാടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ പറയുന്ന അന്ധവിശ്വാസം ആ മരിച്ചുപോയ വ്യക്തിയുടെ പേരിന് വരുന്ന ദുരാത്മാക്കളാണ്, സാത്താനാണ് ആ പേരിന് വരുന്ന